നമസ്കാരം, ദീർഘത്തിലേക്ക് സ്വാഗതം. പോളണ്ടിലുണ്ടായ മിസൈൽ ആക്രമണത്തെക്കുറിച്ചുള്ള പോളിഷ് പ്രധാനമന്ത്രിയുടെ വിലയിരുത്തലും ഇറാനിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ തിരിച്ചടി സംബന്ധിച്ച ബ്രേക്കിംഗ് റിപ്പോർട്ടുകളുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ലോകത്തെ നിർണായകമായ ഈ വാർത്തകളുടെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങൾ ഒപ്പമുണ്ടാകും. ടാർനാവ കൊളോണിയ ഗ്രാമത്തിന് സമീപം പതിച്ച മിസൈൽ റഷ്യൻ നിർമ്മിതമാണെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വ്യക്തമാക്കി. ഉക്രൈനിയൻ അതിർത്തിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയാണ് സംഭവം നടന്നത്. 10 മീറ്റർ വീതിയും 33 അടി ആഴവുമുള്ള ഗർത്തമാണ് സ്ഫോടനത്തെ തുടർന്നുണ്ടായത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മിസൈലിന്റെ സഞ്ചാരപാതയും സാങ്കേതിക വിവരങ്ങളും സ്ഥിരീകരിക്കുന്നതിനായി അധികൃതർ വിശദമായ അന്വേഷണം നടത്തിവരികയാണ്. അതിർത്തിയോട് ചേർന്നുള്ള ഈ സംഭവം മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സംഭവസ്ഥലം ഫോറൻസിക് സംഘം സീൽ ചെയ്യുകയും അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. മേഖലയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര നിരീക്ഷകർ പോളിഷ് സർക്കാരിന്റെ കണ്ടെത്തലുകൾക്കായി കാത്തിരിക്കുകയാണ്. മിസൈൽ റഷ്യൻ നിർമ്മിതമാണെന്ന പ്രാഥമിക നിഗമനത്തിലാണെങ്കിലും സാങ്കേതിക പരിശോധനകളുടെ അന്തിമഫലം വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ സ്ഥിരീകരണം ഉണ്ടാകൂ എന്ന് ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നു. സൈനിക വിദഗ്ധരും അന്താരാഷ്ട്ര പങ്കാളികളും ചേർന്ന് നടത്തുന്ന സുരക്ഷാ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് പോളിഷ് സർക്കാർ അറിയിച്ചു. വേണ്ടി ഈജിപ്തിലെ ദമ്യത്ത് തുറമുഖത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തെ ഗൾഫ് സഹകരണ കൗൺസിൽ ജിസി സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി ശക്തമായി അപലപിച്ചു. ഈജിപ്തിന്റെ സുരക്ഷയും സ്ഥിരതയും ബാധിക്കുന്ന ഏത് തരത്തിലുള്ള നീക്കങ്ങളെയും തള്ളിക്കളയുന്നതായി ഖത്തർ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്ത പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ഈജിപ്തിന്റെ ദേശീയ താൽപര്യങ്ങളും സമുദ്രമേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളും സംരക്ഷിക്കാനുള്ള കെയ്റോയുടെ ശ്രമങ്ങൾക്ക് ജിസിയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. ഇത്തരം ശത്രുതാപരമായ നടപടികൾ പ്രാദേശിക സുരക്ഷയെ തകർക്കുന്നതും അന്താരാഷ്ട്ര വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നതുമായ അപകടകരമായ സാഹചര്യമാണെന്ന് സെക്രട്ടറി ജനറൽ ചൂണ്ടിക്കാട്ടി. മേഖലയിലെ സുപ്രധാനമായ സിവിലിയൻ സാമ്പത്തിക കേന്ദ്രങ്ങൾക്ക് ഭീഷണിയായി തുടരുന്ന ആളില്ലാ വിമാനങ്ങളെ ഡ്രോൺ നേരിടാൻ അന്താരാഷ്ട്ര തലത്തിൽ അടിയന്തര സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈജിപ്തുമായി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനൊപ്പം നിലവിലെ സുരക്ഷാ വെല്ലുവിളികൾക്കിടയിലും മേഖലയുടെ സ്ഥിരത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും ജിസി എടുത്തുപറഞ്ഞു. ഡ്രോൺ ആക്രമണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം തുടരുന്നതിനിടയിലും ഈജിപ്തിന്റെ പരമാധികാരവും തുറമുഖങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കുന്നത് ഗൾഫ് മേഖലയുടെയും വിശാലമായ മിഡിൽ ഈസ്റ്റിന്റെയും സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ജിസി നേതൃത്വം ആവർത്തിച്ചു വ്യക്തമാക്കി. വേണ്ടി റിപ്പോർട്ട്. കുവൈറ്റിനും ജോർദാനുമെതിരെ വീണ്ടും നടക്കുന്ന ശത്രുതാപരമായ നീക്കങ്ങളെ ശക്തമായി അപലപിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രംഗത്ത്. മേഖലയിലെ അസ്ഥിരത വർദ്ധിക്കുന്നതിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയ നയതന്ത്രപരമായ പ്രതികരണത്തിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗൾഫ് മേഖലയിൽ തുടരുന്ന സൈനിക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന. ജോർദാനിലെ യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്കു നേരെ ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം യുഎസ് സേന നടത്തിയ തിരിച്ചടിയിൽ തെക്കൻ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് പുക ഉയരുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അതിർത്തി കടന്നുള്ള ഈ സൈനിക നീക്കങ്ങൾ മേഖലയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഘർഷം ലഘൂകരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. പരമാധികാരവും അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. ആക്രമണത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും പ്രാദേശിക സംഘർഷങ്ങൾക്കപ്പുറം വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന ആശങ്കയാണ് ഉയരുന്നത്. സാഹചര്യം അതീവ ഗൗരവത്തോടെ നിരീക്ഷിക്കുകയാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ അറിയിച്ചു. മേഖലയിൽ സമാധാനം നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിയ ഗൾഫ് മേഖലയെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ എല്ലാ കക്ഷികളും പരമാവധി സംയമനം പാലിക്കണമെന്നും ആവശ്യപ്പെട്ടു. വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഇറാനുമായി ബന്ധമുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി അമേരിക്ക ശക്തമായ പ്രത്യാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട്. ഇതോടെ മേഖലയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം തുടർച്ചയായ സുരക്ഷാ ഭീഷണികൾക്ക് പിന്നാലെയാണ് അമേരിക്കൻ സൈന്യം ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. ഈ ആക്രമണങ്ങൾ അനിവാര്യമായ പ്രതികരണമാണെന്നാണ് പെന്റഗണിന്റെ വിശദീകരണം. എന്നാൽ ആക്രമണത്തിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി സംബന്ധിച്ച വിവരങ്ങൾ അന്താരാഷ്ട്ര നിരീക്ഷകർ പരിശോധിച്ചുവരികയാണ്. അതേസമയം ഈജിപ്തിലെ ഒരു തുറമുഖത്ത് ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് അധികൃതർ അന്വേഷണം ആരംഭിച്ചു. ഡ്രോൺ ആക്രമണമാണ് തീപിടുത്തത്തിന് കാരണമെന്ന് സംശയിക്കുന്നതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ഈ രണ്ട് സംഭവങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്.
മേഖലയിലെ അസ്ഥിരതയുടെ ഭാഗമാണോ അതോ ഒറ്റപ്പെട്ട സുരക്ഷാ വീഴ്ചയാണോ ഇതെന്നാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. തീപിടുത്തം നിയന്ത്രണവിധേയമാക്കിയെങ്കിലും സുരക്ഷാ പരിശോധനകൾക്കായി തുറമുഖത്തിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മധ്യേഷ്യയിലെ വ്യാപാര പാതകളെയും ഊർജ്ജ വിതരണ ശൃംഖലയെയും ഈ സൈനിക നടപടികൾ ബാധിക്കുമെന്ന ആശങ്കയിൽ സംയമനം പാലിക്കാൻ ലോകനേതാക്കൾ ആവശ്യപ്പെട്ടു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ദൃഢത നിങ്ങളെ അറിയിക്കുന്നതാണ്. ജപ്പാനിലെ കുമാമോട്ടോ പ്രവിശ്യയിലുണ്ടായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 28 ആയി ഉയർന്നതായി വ്യാഴാഴ്ച പുറത്തുവിട്ട ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ചീഫ് ക്യാബിനറ്റ് സെക്രട്ടറി മിനോറു കിഹാരയാണ് മരണസംഖ്യ സ്ഥിരീകരിച്ചത്. ഭൂചലനത്തിൽ നേരിട്ട് മരിച്ചവർക്ക് പുറമെ ദുരന്തവുമായി ബന്ധപ്പെട്ട കാരണങ്ങളാൽ മരിച്ചവരും ഈ കണക്കിൽ ഉൾപ്പെടുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദുരന്തത്തെ തുടർന്ന് മേഖലയിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നു. അതിജീവിച്ചവർക്കായുള്ള തിരച്ചിലും നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും ദുഷ്കരമായ സാഹചര്യങ്ങൾക്കിടയിലും തുടരുകയാണ്. ദുരിതബാധിതർക്ക് അഭയകേന്ദ്രങ്ങൾ, വൈദ്യസഹായം, അവശ്യസാധനങ്ങൾ എന്നിവ ഉറപ്പാക്കാൻ സർക്കാർ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾക്കാണ് നിലവിൽ മുൻഗണന നൽകുന്നതെങ്കിലും ഗതാഗത സംവിധാനങ്ങളും വൈദ്യുതി ശൃംഖലയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കുണ്ടായ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നാശനഷ്ടങ്ങളും അധികൃതർ വിലയിരുത്തുന്നുണ്ട്. തുടർചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടരണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ദുരന്തത്തിന്റെ പൂർണ്ണരൂപം വരും ദിവസങ്ങളിൽ വ്യക്തമാക്കുമെന്നും വിവരങ്ങൾ സുതാര്യമായി കൈമാറുമെന്നും സർക്കാർ അറിയിച്ചു. ധനത്തിനു വേണ്ടി റിപ്പോർട്ട്. രാജ്യത്തെ വാണിജ്യ ബാങ്കുകൾക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ ബേസൽ പില്ലർ 3 ഡിസ്ക്ലോഷർ ചട്ടങ്ങൾ പുറത്തിറക്കി. 10 പ്രധാന ഭേദഗതികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാങ്കിംഗ് മേഖലയിലെ സുതാര്യതയും റിസ്ക് സംബന്ധിച്ച വിവരങ്ങളുടെ കൃത്യതയും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പുതിയ നിർദ്ദേശങ്ങളെന്ന് ടൈംസ് ഓഫ് ഒമാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി മുതൽ ബാങ്കുകൾ തങ്ങളുടെ മൂലധന പര്യാപ്തത, റിസ്ക് എക്സ്പോഷർ, ലിവറേജ് അനുപാതം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പുറത്തുവിടണം. അന്താരാഷ്ട്ര നിലവാരത്തിനനുസരിച്ച് ബാങ്കിംഗ് പ്രവർത്തനങ്ങളെ ക്രമീകരിക്കാനാണ് RBIയുടെ ഈ നീക്കം. ഇതിലൂടെ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിക്ഷേപകർക്കും ഓഹരി ഉടമകൾക്കും കൂടുതൽ വ്യക്തത ലഭിക്കും. വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഭേദഗതികൾ നടപ്പിലാക്കുന്നത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ബാങ്കുകളുടെ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. പുതിയ നിർദ്ദേശങ്ങൾ ഉടനടി പ്രാബല്യത്തിൽ വരും. വരാനിരിക്കുന്ന റിപ്പോർട്ടിംഗ് സൈക്കിളുകളിൽ തന്നെ ബാങ്കുകൾ ഈ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചു. ബാങ്കിംഗ് സംവിധാനത്തിന്റെ സുരക്ഷയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നതിനുള്ള RBIയുടെ സുപ്രധാന നടപടിയാണിത്. ധനത്തിനു വേണ്ടി ബ്യൂറോ റിപ്പോർട്ട്. ഗ്രീസിലെ ക്രീറ്റ് ദ്വീപിൽ കാട്ടുതീ പടരുന്ന സാഹചര്യത്തിൽ റെത്തിംനോ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് താമസക്കാരെയും വിനോദസഞ്ചാരികളെയും ഒഴിപ്പിച്ചു. ശക്തമായ കാറ്റ് തീ കൂടുതൽ പടരാൻ കാരണമായതോടെ സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായതായി BBC റിപ്പോർട്ട് ചെയ്യുന്നു. ഇതോടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ദുഷ്കരമായിരിക്കുകയാണ്. പ്രശസ്തമായ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെയും പരിസരങ്ങളിലേക്ക് തീ എത്തിയതോടെ വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും സുരക്ഷ കണക്കിലെടുത്ത് അധികൃതർ അടിയന്തര ഒഴിപ്പിക്കൽ ഉത്തരവ് പുറപ്പെടുവിച്ചു. ജനവാസ മേഖലകളിലേക്ക് തീ പടരാതിരിക്കാൻ ഫെയർബ്രേക്കുകൾ നിർമ്മിക്കുന്നതടക്കമുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ അഗ്നിശമന സേനാംഗങ്ങൾ കഠിനമായ സാഹചര്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിശക്തമായ ചൂടും വരണ്ട കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത തുടരുകയാണ്. സ്ഥിതിഗതികൾ സങ്കീർണമായതോടെ കൂടുതൽ അഗ്നിശമന വിമാനങ്ങളെയും സേനാ വിഭാഗങ്ങളെയും ഗ്രീക്ക് സർക്കാർ രംഗത്തിറക്കിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിലുള്ളവർ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അടിയന്തര വിവരങ്ങൾക്കായി പ്രാദേശിക ചാനലുകൾ ശ്രദ്ധിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ധനത്തിനു വേണ്ടി റിപ്പോർട്ട്. ഇന്നത്തെ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര വാർത്തകളുമായി ഞങ്ങൾക്കൊപ്പം ചേർന്നതിന് നന്ദി. കൃത്യതയ്ക്കും സുതാര്യതയ്ക്കും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ധനത്തിനു പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപേ സത്യസന്ധമായി